ഓക്കെ, ഹലോ ഗൈസ്. 4ാമത്തെ ദിവസം രാവിലെ കേട്ടോ, മധുരയിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇന്നിപ്പോ ഫ്രഷ് ആയി, ഇന്നിപ്പോ കുറെ എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു എനർജി. ഫുൾ എനർജി. രാവിലെ തന്നെ നമുക്ക് പ്ലാനിങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് മധുര മീനാക്ഷി ടെമ്പിളിൽ വിസിറ്റ്. പക്ഷെ അതിനു മുമ്പ് നമ്മള് ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതിനെ കുറിച്ച് മുത്തു പറയും. മുത്തു എവിടെ ഇന്നലെ പോയെ? അപ്പൊ ഇന്നലെ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് ചിദംബരം ടെമ്പിള്, ചിദംബരം നടരാജ ടെമ്പിൾ, തില്ലൈ നടരാജ ടെമ്പിൾ, ഡാൻസിങ് നടരാജന്റെ അമ്പലം മാത്രമാണ് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ മധുരയായിരുന്നു നമ്മുടെ പ്ലാനിങ്. പക്ഷേ ഈ തില്ലൈ നടരാജൻ ടെമ്പിളിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞത് അതിന്റെ നിയർ ബൈ തന്നെ വൈദീശ്വരൻ കോവിലുണ്ട്. അതെ, വൈദീശ്വരൻ കോവിൽ. അപ്പൊ പിന്നെ അതൊരു 30 minutes അവേ. അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് ആ അമ്പലം കൂടി ഒന്ന് കണ്ടിട്ട് മധുരയ്ക്ക് വരാൻ തീരുമാനിച്ചു. വൈദീശ്വരൻ കോയിൽ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഓർത്തത് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറൊക്കെ പറഞ്ഞ നാഡി ജ്യോതിഷത്തിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ ഈ സ്ഥലം. തോന്നിയത് അവിടെ ഇങ്ങനെ കുറെ ചെറിയ ചെറിയ റൂമുകളിൽ നാഡി ജ്യോതിഷം നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സിദ്ധന്മാരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ച്. അപ്പൊ സത്യം എന്താന്ന് പറഞ്ഞാൽ നമ്മള് ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ആക്ച്വലി ചതിക്കപ്പെട്ടതല്ല, നമ്മൾ ചതിക്കാൻ നിന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. നമുക്കറിയായിരുന്നു. നമ്മളിതൊന്നും എൻഡോഴ്സ് ചെയ്യുന്നതല്ല, പക്ഷെ അവിടെ പോകുമ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കയറി കൊടുത്തു. അതെ, ഇതിപ്പോ നാഡി ജ്യോതിഷം എന്ന് ഇവര് പറഞ്ഞു. അപ്പൊ ഇത് ഈ പറഞ്ഞ പല ഫേമസ് വീഡിയോസിലും പല പ്രമുഖരും ഇത് പിന്നെ ഇതിനെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ഈ സാധനം കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പൊ ഈ അമ്പലത്തിൽ ചെന്നപ്പോ തന്നെ മനസ്സിലായ കാര്യം, ഈ നാഡി ജ്യോതിഷികളുടെ ഏജന്റുമാര് ഈ അമ്പലത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാര്, പുതിയൊരു ആൾക്കാര് നമ്മളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കാം. അതെ, നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ ചെരുപ്പിടാൻ വെക്കാൻ സഹായിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് ഒന്ന് പറയുന്നു, ഇങ്ങനെ നാഡി ജ്യോതിഷം നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആൾക്കാരുടെ അടുത്ത് പോരുത്, ഇന്ന ആളുണ്ട്, അദ്ദേഹമാണ് ഫേമസ്, അവിടെ തന്നെ പോകണം എന്നൊക്കെ. 2-3 ആൾക്കാർ വന്ന് ഒരാളുടെ പേര്. അപ്പൊ നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ സാധനം കിടപ്പുണ്ട്, ഈ പല പ്രമുഖരും പറഞ്ഞ സാധനം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു, എന്തായാലും ഇവിടെ വരെ വന്നാലേ ഇനി ഇങ്ങനെ ഇത്രയും ദൂരം വരുന്ന ഒരു സാധ്യത ഇല്ലല്ലോ, അപ്പൊ ഒന്ന് കാണിക്കാമെന്ന് നമ്മൾക്ക് തന്നെ ഒരു ടെംപ്റ്റേഷൻ വരുന്നു. ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരാൾ വന്നിട്ട് നമ്മളെ ഈ പറഞ്ഞ പോലെ വഴി കാണിച്ചു തരുന്നു, സ്ഥലം കാണിച്ചു തരുന്നു, ചെരുപ്പൊക്കെ. ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് അറിയാം ഇത് പറ്റിക്കലാണെന്ന് നമുക്കൊരു കാരണം. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെ നിന്ന് കൊടുത്തു. അദ്ദേഹം നമ്മളിങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു. നമ്മൾ പുറത്തിറങ്ങിയപ്പോ അവര് നമുക്ക് പോകാൻ താല്പര്യമുണ്ട് എന്ന് ഇവർക്ക് നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലായി. അപ്പൊ അവര് നമ്മളെ പതുക്കെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കയറ്റുന്നു. തൊട്ടപ്പുറത്തെ സ്ഥലത്തേക്ക് 50 രൂപ. അതും നമ്മൾ ചിരിച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ ആർഗ്യൊന്നും ചെയ്യുന്നില്ല, നമ്മള് പാവങ്ങൾ. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ടുള്ള കഥ പറയണോ? അപ്പൊ നമ്മൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോ ഒരു കുടില് പോലത്തെ ഒരു അറേഞ്ച്മെന്റ്, അതിന്റെ ചെറിയ ക്ലിപ്പിംഗ്സ് നമ്മൾ കാണിക്കാം. അപ്പൊ അവിടെ കുടിലാണ്. നാഡി ജ്യോതിഷം കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അത് ഈ അമ്പലത്തിന് മുമ്പിലുള്ളതൊക്കെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് പോലത്തെ ബോർഡൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങള് എല്ലാം വീട് തന്നെ. ഇത് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഒരു കുടില്. അപ്പൊ അവിടെ ആ കുടിലേക്കാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. മറ്റെവിടെയും പോകരുത്, ഇയാളാണ് ഒറിജിനൽ. ഈ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അത് ഈ ഒറിജിനൽ എന്ന് പറഞ്ഞ ആള് എന്നിടയ്ക്ക് അത് വിട്ടുപോയി. ഈ ഒറിജിനലിന് അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് വേറൊരാള് അയാൾ തള്ളി മറിച്ചിരുന്നു. അയാൾ പറഞ്ഞു അഗസ്ത്യർ മുനി ഇവിടെയാണ് ജനിച്ചതെന്നൊക്കെ. അപ്പൊ നമ്മള് ഈ അഗസ്ത്യർ മുനിയെ കുറിച്ച് അവിടെ ഇവിടെ കേട്ടിട്ടും വിക്കിപീഡിയയിലൊക്കെ വായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് വേറെ എവിടെയാണെന്നുള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ജനിച്ചതെന്ന്. അപ്പൊ നമ്മള് വണ്ടർഫുൾ പറയുമ്പോ ഒക്കെ നമുക്ക് അറിയാമെങ്കിലും ഉണ്ടല്ലോ, നമ്മള് ചോദ്യം ചെയ്യലൊന്നുമില്ല. അത് ശരി, ഓക്കെ, അങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ കുടിലെത്തുന്നു. കുടിലെത്തിയപ്പോ ഒരു ചെറിയ കുടില്. അപ്പൊ അവിടെ ഒരു തമിഴ് ആളുണ്ട്, വെള്ളേക്കിട്ട്. അദ്ദേഹം നമ്മളെ വിളിച്ചിരുത്തുന്നു. അപ്പൊ ഈ നാഡി ജ്യോതിഷത്തെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ഇതിന്റെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാൽ, കുറെ താളിയോല ഗ്രന്ഥങ്ങൾ, പുരാതനമായ ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആയിരിക്കും. ടൺ കണക്കിന് ഗ്രന്ഥങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അഗസ്ത്യർ എഴുതിയതും പല പല രീതിയിലും നശിച്ചു പോകാതെ ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഓല ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ തമ്പ് ഇംപ്രഷനും ഒക്കെ നോക്കിയിട്ട് നമ്മുടേതായ ഒരു ഓല ഇവർ സെലക്ട് ചെയ്യുന്നു. അതായത് ഓൺലി 10% ആളുകൾക്ക് നമ്മുടെ ഓല കിട്ടുള്ളൂ അല്ലെ. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓല കിട്ടുള്ളൂ. സാധാരണ വരുന്ന 90% ആൾക്കാരും ഓല കിട്ടാതെ തിരിച്ചു പോകണം. അതെ, അവരുടെ ഓല അവിടെ ഇല്ല, നശിച്ചു പോയി.
അങ്ങനെ ഒരു സമയത്ത് ഞങ്ങളും പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഓല കിട്ടല്ലേ, ഞങ്ങൾക്ക് എന്റെ ഓല കിട്ടല്ലേ എന്നുള്ള ഞാൻ പ്രാർത്ഥിച്ച. അവിടെ ചെന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് ഈ ഓല കിട്ടൽ, ഭയങ്കര ഇതാണ്, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, കിട്ടിയാൽ മാത്രം നിങ്ങൾ ഇതിന്റെ പേയ്മെന്റിനെ കുറിച്ച് പറഞ്ഞാൽ മതി. ഈ ഓല കൊണ്ടുവരുന്നു, നമ്മുടെ കിട്ടിയാൽ അതിന്റെ പ്രൊസീജിയറാണ് പറയണത്. നമ്മുടെ തമ്പ് ഇംപ്രഷനും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കി ഇവർ ഓല കണ്ടുപിടിക്കുന്നു. ഈ ഓല വെച്ച് നമ്മുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, നമ്മുടെ പേര്, വൈഫിന്റെ പേര്, ഇതൊക്കെ പറയുന്നു. ഇതൊക്കെ കൂടി മാച്ച് ആയാൽ മാത്രമാണ് ഇത് നമ്മുടെ ഓലയാണെന്ന് അവർ കൺഫേം ചെയ്യുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് മിസ്സായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഓലയല്ല. അതുകൊണ്ട് നമ്മുടെ ഓല ഈ 10,000-കണക്കിന് ഓലയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. ഇതൊക്കെയാണ് നമ്മളോട് ആദ്യം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഓല കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജനറൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ഒരു 1,500 റുപ്പീസ്. അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് 3,500 റുപ്പീസ്. ഇനി ഇയർ വൈസ് പറയണമെങ്കിൽ ഇന്ന വർഷം നടക്കും, അങ്ങനെ നിങ്ങളുടെ ലൈഫിന്റെ എൻഡ് വരെ ഇയർ വൈസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ വെറും 9,500 റുപ്പീസ്. അപ്പോൾ ഞങ്ങൾ 4 പേരും പരസ്പരം നോക്കി. അവസാനം ഞങ്ങളൊരു ജനറൽ 1,500-ന്റെ, കാരണം കിട്ടിയാൽ കൊടുത്താൽ മതിയല്ലോ, ഓല കയ്യിൽ കിട്ടിയാൽ കൊടുത്താൽ മതിയല്ലോ എന്ന പ്രതീക്ഷയിൽ നമ്മൾ 1,500-ന്റെ സ്കീമിന് തയ്യാറായി. അദ്ദേഹം രജിസ്റ്റർ എടുത്തു വരുന്നു. നമ്മുടെയൊക്കെ തമ്പ്, അതിനകത്ത് ആണുങ്ങളുടെ റൈറ്റ് ഹാൻഡ്, ലേഡീസിന്റെ ലെഫ്റ്റ് ഹാൻഡ്. അവർ നമ്മൾ തമ്പൊക്കെ കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. അവർ പറയുന്നു, ഞങ്ങളുടെ ഗ്രന്ഥപ്പുരയിൽ പോകട്ടെ, ഈ ഓലയിൽ തപ്പി നിങ്ങളുടെ ഓല എടുക്കട്ടെ, അതുവരെ കിട്ടിയ ഭാഗ്യം ലക്കി, പ്ലീസ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഈ ആദ്യം കണ്ട ആ വെള്ളയിട്ട ആളാണ് ചെയ്യണെന്ന. അപ്പൊ നിങ്ങൾ പറഞ്ഞു അപ്പോൾ അയാളല്ല വേറെ ആളാണെന്നുള്ളത്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഈ തമ്പ് ഇംപ്രഷനും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു വിളിച്ചു പറയും മറ്റേ ടീംസിനോട്. അപ്പൊ ഒരു 3-4 പേര് വരണം ലൂണെ കുടിച്ച്. ഈ കുടിലിന്റെ സിറ്റ് ഔട്ട് പോലത്തെ ഫ്രണ്ട് സൈഡില് ഒരു ആൾ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതൊക്കെ നമ്മളോട് പറഞ്ഞത്, മാനേജർ പോലെ. ഓക്കെ, അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ കുടിലിന്റെ ബാക്കിലോട്ട് എനിക്ക് 1-2 റൂമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞ അയാളെ കണ്ടപ്പോ ഒരു ഗുണ്ടാത്തലോനെ പോലെ തോന്നി. അല്ലെ, ഒരു എപ്പോ വേണമെങ്കിലും റോങ് ആവുന്ന ഒരാള്. അങ്ങനെ ആവും ചെയ്യും, പൈസ തരൂല എന്നെങ്കിലും പറഞ്ഞ പുള്ളി റോങ് ആവും. നമ്മളിങ്ങനെ 1,500-ന്റെ സ്കീം ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തു. അപ്പോ ഞങ്ങൾ 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യുന്നു, അക്ഷമരായി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് വിക്രമന്റെ ഓല കിട്ടുന്നു. ഇന്നാള് ശരി വരൂ അകത്തേക്ക്. ആളുടെ പേരില്ല കേട്ടോ, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചോണ്ട് പോകുന്നു. അശ്വമേധം കളിച്ചിട്ട് വേണം ആൾക്ക് നമ്മുടെ പേരും അച്ഛന്റെ പേരും അമ്മയുടെ പേരൊക്കെ കണ്ടുപിടിക്കാൻ. അതായത് ഈ ഓല ഇവരെടുത്തിട്ട് ഒരു ഓല കൊണ്ടുവരും, എന്നിട്ട് പറയും വാന്ന് പറയും. ഓലയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺഫേം ചെയ്യാം. 1981-ന്റെ ആള് വരും എന്ന് പറയുമ്പോ ഞാൻ പോകുന്നു, പുള്ളി 83 പറയുമ്പോൾ പുള്ളി പോകുന്നു. അങ്ങനെ പുള്ളി പിന്നെ റിവേഴ്സ് അശ്വമേധം തുടങ്ങായി. അതായത് അച്ഛന്റെ പേരും അമ്മയുടെ പേരും ഒക്കെ ഗസ് ചെയ്യാനായിട്ട്. ഗസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ അല്ലേ, കാറ്റാട്ടപ്പ അല്ലേ, ഇങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാലും എവിടെയെങ്കിലും ഒക്കെ തട്ടും. പിന്നെ ഇവര്, ഞാൻ മനസ്സിലാക്കി നിങ്ങൾ പറയുന്നതിന് മുമ്പ്, ഇവര് ചെയ്യണ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മാച്ച് ആവണ കുറെ സാധനങ്ങൾ ഇവരെടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അച്ഛന്റെ പേര് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, അല്ലെങ്കിൽ അമ്മേന്റെ പേരാണെങ്കിൽ ദേവിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ ഒരുമാതിരിപ്പെട്ട 90% ആൾക്കാരുടെയും എന്തെങ്കിലും ബാലഗോപാലൻ, ബാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കുമല്ലോ. ഇതാണ് ഇവരുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ കാച്ചാട്ടാത്തപ്പ എന്ന് പറയുമ്പോഴേക്കും അതിന്റെ അകത്ത് പിന്നെ ഇവർക്ക് അറിയാം. ഇപ്പൊ ബ എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ, ബാലഗോപാലൻ, ഇങ്ങനത്തെ ഐറ്റംസ് അവർക്ക് ഓൾറെഡി റെഡി ഉണ്ട്. അപ്പൊ ഒരു 4 പേര് അങ്ങോട്ട് ആദ്യമേ പറയണം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന് തലവെലുക്കുമ്പോ ഓക്കെ അങ്ങനെ ടപ്പടപ്പഴെന്ന് പറഞ്ഞ അങ്ങനെ പോവാണ്. വിക്രമിന്റെ ഓല കിടച്ച് വിക്രമിനെ സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പൊ തന്നെ ഞാൻ നമ്മുടെ ജിത്തുനോടും രാജേഷ് ഡോക്ടറോടും പറഞ്ഞു, മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും ഓലെന്ന് ഇവിടുന്ന് കിട്ടും. ഒരാളെ കിട്ടി, ഇനി നമ്മുടെ 4 ആളുടെ കിട്ടാതെ നമ്മളെ ഇവിടുന്ന് വിടൂല. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ചേരം വർത്താനം പറഞ്ഞപ്പോ ഓക്കെ എന്നുള്ള വർത്താനം പറഞ്ഞിട്ട് വീണ്ടും എന്റെ ഓല കിട്ടിയിരിക്കുന്നു. 83-ന്റെ ഓല റെഡി ആയിരിക്കുന്നു. അതായത് ഇതിന്റെ അകത്ത് 4 ആള്, ഞങ്ങള് 4 ഇരകളെ കിട്ടിയ വഴിക്ക് മാനേജര് ഒരു 4 പേരെ വിളിച്ചു വരുത്തി, ഇവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് അശ്വമേധം കളിക്കാനായിട്ട്. അപ്പൊ വിക്രമനകത്ത് അശ്വമേധം കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. തുടങ്ങി. അപ്പൊ പിന്നെ എന്റെ അടുത്ത് ഓല എടുത്തു. അപ്പൊ ഞാൻ ഈ ഓല എന്റെ ആണെന്ന് അയാൾക്കും അറിയില്ലേ, 10,000-കണക്കിന് ഓലയിൽ എടുത്തോണ്ട് വന്നേക്കണാണ്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ പേര് കക്ക ഗംഗയിലുണ്ടോ, ചച്ച ജഞ്ചയിലുണ്ടോ, തട്ട ഡണ്ടണ്ണയിലുണ്ടോ, പമ്പയിലുണ്ടോ. പുള്ളി എല്ലാ ഷെയ്ഡും പറയാൻ തുടങ്ങി. താത്താ തീത്തി തൂത്തു ഉണ്ടോ, പാപ്പാ പീ പീ പൂപ്പു ഇതിലുണ്ടോ. അപ്പൊ ഞാൻ താത്താ തീത്തി തൂത്തു എന്ന് പറഞ്ഞപ്പോ അതിലുണ്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ പുള്ളി ചോദിക്കണേ തായാണോ തീയാണോ തൂവാണോ, അതായത് പുള്ളിക്ക് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പുള്ളിനെ പറഞ്ഞപ്പോഴും ഓരോ വാക്കുകളും ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞ് അവസാനം എന്റെ പേര് പുള്ളി കണ്ടുപിടിച്ച്, ഇതുപോലെ അച്ഛന്റെ പേരും ഇങ്ങനെ
അത് അവസാനം ഞാൻ തന്നെ ഒരു രീതിയിൽ പുള്ളി നമ്മൾ തന്നെ അവരെ കുറച്ച് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഒന്നാമത് ഇവര് തമിഴാണല്ലോ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇവിടെ നാട്ടിലുള്ള നമ്മുടെ ഇതൊന്നും അവർക്ക് അറിയില്ല. പിന്നെ പുതിയ പുതിയ പേരുകളൊന്നും അവർക്ക് വലിയ വശം ഉണ്ടാകാൻ വഴിയില്ല. അപ്പൊ കുറച്ചൊക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം. പുള്ളി ഒരു എക്സാമ്പിൾ പുള്ളി ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ പറയും മാ എന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാ വിത്ത് ചന്ദ്രക്കല അല്ലേ, അപ്പൊ അതിന്റെ അർത്ഥം ഒന്നെങ്കിലും മനീഷ് അല്ലെങ്കിൽ മഹേഷ്, അങ്ങനത്തെ സാധനങ്ങൾ ഇവരെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ആവാതെ ആവുമ്പോ ഈ ഓപ്പോസിറ്റ് ഈ അശ്വമേധ കളിക്കാതിരിക്കുന്ന പുള്ളിക്ക് ചെറുതായിട്ട് ദേഷ്യം വരൽ തുടങ്ങി. അല്ല, ദേഷ്യം വരലെന്ന് വെച്ചാൽ പുള്ളി അങ്ങനെ ഡിസപ്പോയിന്റഡ് ആവുന്നു. 1-2 ആൾക്കാര് പതുക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എന്നാ എന്ത് കിടക്കില്ല അത് ഇതെന്നൊക്കെ. ഇവര് മലയാളി ആയതുകൊണ്ട് നമ്മുടെ തമിഴായിട്ടാണ് മാച്ച് ആവണില്ലേ എന്നൊക്കെ. അതായത് അപ്പൊ മറ്റാള് അത് ചിത്രം നോക്ക് ഇത് ചെയ്തു. അതായത് ഒരു 3-4-5 ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ കയറി വരുന്നു എന്നൊക്കെ വരുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരു ഗുണ്ടാ സെറ്റപ്പ് പോലത്തെ ഒരു അറേഞ്ച്മെന്റ്. അതായത് നമ്മളിങ്ങനെ പേടിപ്പിക്കുവാണ്. അതിൽ നിന്ന് എനിക്കൊരു സ്റ്റേജിൽ നിന്ന് കാര്യം മനസ്സിലായി, പൈസ കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. കാരണം അത് അവരൊരു നെറ്റ്വർക്കാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഇത് തെറ്റാണ്, എന്റെ പേര് ഇതല്ലാന്നൊന്നും പറഞ്ഞാലൊന്നും അവിടെ നിന്ന് കഴിച്ചിലാവൂല. അത് അവര് ആ കുത്തിന് പിടിച്ച പൈസ മേടിക്കും. അത് ഏകദേശം ഒരു സ്റ്റേജിൽ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ ഒരു ഓല കംപ്ലീറ്റ് ആയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേരെല്ലാം കണ്ടുപിടിച്ചോ? പേര് ഇതന്നെ, താത്താത്തി, അപ്പത്തി, ലാലാലി, ഇല്ല, പപ്പ്, ഇതാണ് സിസ്റ്റം. അങ്ങനെ കണ്ടുപിടിക്കുക. ഞാൻ ഓരോ മക്കളിൽ പറഞ്ഞു കൊടുത്ത് അവസാനം വൈഫിന്റെ പേരില് പുള്ളി സൂവും കണ്ടുപിടിച്ചു, തായും കണ്ടുപിടിച്ചു. ഇതിന്റെ ഇടയിലുള്ള വാക്ക് 3 ലെറ്ററിലാണ് പുള്ളി പല പേരുകളും പറഞ്ഞു നോക്കി. എന്റെ വൈഫിന്റെ അനിയത്തിയുടെ പേര് വരെ പറഞ്ഞു. എന്നിട്ട് ഇത് കിട്ടണം. അവസാനം എനിക്ക് ഇദ്ദേഹം വയലന്റ് ആവുന്ന മൂടായി തുടങ്ങി. ദേഷ്യം വരുന്നു, ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മിക്കവാറും ഞാൻ തല്ലുകൊള്ളേണ്ടി വരുന്നു. തല്ലുകൊള്ള മീൻസ് ഒരു ആർഗ്യുമെന്റും വഴക്കും പോകുന്ന ഞാൻ തന്നെ പുള്ളിക്ക്, എനിക്ക് അത്യാവശ്യം തമിഴ് എഴുതാൻ അറിയാവുന്നു, ഞാൻ തന്നെ പുള്ളിക്ക് എഴുതി കൊടുത്തൊരു പേപ്പറിൽ ഇതാണ് ചേട്ടാ എന്റെ വൈഫിന്റെ പേര്, എന്തെങ്കിലും കാണിക്കും. അപ്പൊ പുള്ളി ഇങ്ങോട്ടേക്ക് ഈ ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ തലാട്ടിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ. ഇതിപ്പോ തമിഴിലെ ഷായും മലയാളത്തിലെ ഷായും അത് രണ്ടും ഒന്നാണ്. ഓക്കെ, അങ്ങനെ ഒരു 10-20 മിനിറ്റ് നേരത്തെ ഭഗീരഥ പ്രയത്നത്തില് നമ്മൾ 3 പേരെ കണ്ടുപിടിച്ചു. എന്നിട്ടാണ് അടുത്ത സ്കീം. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്തായാലും നിങ്ങൾ വന്നല്ലേ, നിങ്ങൾ ആ മറ്റേ 3500 രൂപ സാധനം. ഞാൻ പറഞ്ഞു വേണ്ട, 3500 രൂപ ഇതും വേണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യം എനിക്ക് അറിയാതെ പറഞ്ഞു. അപ്പൊ പുള്ളി ഓക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്യും. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും അല്ല ഗൂഗിൾ പേ ചെയ്യും എന്നിട്ട് പറയാം. മനസ്സിലായി. അപ്പൊ 1500 രൂപ ഞങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞപ്പോ പുള്ളി ഓക്കെ നിങ്ങൾ 89 വയസ്സ് വരെ ജീവിക്കും, നിങ്ങളുടെ വൈഫ് 85 വയസ്സ് വരെ ജീവിക്കും, നിങ്ങൾക്ക് 2 വർഷം കഷ്ടകാലമാണ്, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കുഴപ്പമുണ്ടാവില്ല. ഓക്കെ ശുഭം. ഓലയെ തൊട്ട് വന്നിക്കും. ഞാൻ പെട്ടെന്ന് വന്നിച്ചു. എനിക്ക് ഞാൻ കുടിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മതിയായിരുന്നു. ഞാൻ വന്നിച്ച് ചാടി പുറത്തിറങ്ങി. അപ്പൊ തൊട്ടപ്പുറത്തെ റൂമില് നമ്മുടെ പാവ രാജേഷ് ഡോക്ടർ ഇട്ട് ചെയ്തോണ്ടിരിക്കും. ഇതിന്റെ ഇടയിൽ ഒരു ഹീറോ എൻട്രായി. ആ ഹീറോയാണ് ജിത്തു. അതായത് തമ്പും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത ജിത്തു ഞങ്ങളെ എന്റെ പോലെ കിട്ടിയെന്ന് കണ്ടപ്പോ വിക്രമന്റെ കിട്ടി, അതിന് തൊട്ട് മേലെ എന്റെയും കിട്ടിയപ്പോ ജിത്തു ഇടയിൽ കയറി വന്നിട്ട് പറഞ്ഞു, ആ ഡേറ്റ് ഓഫ് ബർത്ത് 74 ആളുടെ ഇത് വേണ്ട കേട്ടോ, എനിക്ക് ചെയ്യണ്ട. പുള്ളി പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല ജ്യോതിഷം നോക്കാൻ. അപ്പൊ അവര് ഓൾറെഡി 4 പേരിലും 3 പേരും ട്രാപ്പഡാണ്. പിന്നെ ഒരുത്തം വേണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് അവരങ്ങ് വിട്ടു. അല്ലാതെങ്കിൽ ജിത്തുവിനെ പിടിച്ചേനെ. ഞങ്ങൾ ഓൾറെഡി ഓല കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇനി മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു കൊടുക്കേണ്ടി വന്നേ. അപ്പൊ ഞാനൊരു 1500 കൊടുത്ത് 1500 പോയല്ലോ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പോ നമ്മുടെ പാവ രാജേഷ് ഡോക്ടറോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തമിഴ് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഞങ്ങൾ ആദ്യം ഞങ്ങളോട് മാനേജർ പറഞ്ഞത് 1500 കഥയൊക്കെ പറഞ്ഞു. ഞങ്ങൾ അത് രാജേഷ് ഡോക്ടർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തതാണ് അല്ലെ, ഇതിന് ബേസിക്കലി ഇത്രേ ഉള്ളൂ. മറ്റേ പുള്ളിയുടെ ഈ ഓല കണ്ടുപിടിച്ചപ്പോ പുള്ളി പറഞ്ഞു എനിക്ക് 1500 മതിയെന്ന്. അപ്പൊ അദ്ദേഹത്തിന് നാഡീ ജ്യോതിഷം ചെയ്ത ആള് പറയുന്നത് എന്താ വെച്ചാൽ 1500 രൂപ നിങ്ങളുടെ ഓല കണ്ടുപിടിക്കാനാണ്, കഥകൾ പറയണമെങ്കിൽ 3500 വേണം. അദ്ദേഹത്തിന് മനസ്സിലാവാത്തോണ്ട് അദ്ദേഹം ശരി എന്നാ ഓക്കെ എന്ന് പറഞ്ഞു. ആ പാവത്തിന്റെ 3500 വാങ്ങി. അതുപോലെ തന്നെ വിക്രമന്റെ കാര്യം ഞാൻ പറയണില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്താണ്. ഇവരുടെ സ്കീം എന്ന് പറഞ്ഞാലേ ആദ്യം ഇവര് കണ്ടുപിടിക്കും, ഓല കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കും എന്ത് നാടി വേണം. അപ്പൊ പല നാടികളുണ്ട്. എന്ന് വെച്ചാൽ അഗസ്ത്യ നാടി, മറ്റേ നാടി, മറിച്ച നാടി, ഓരോ നാടിക്കും ഓരോ റേറ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ 2ാമത്തെ നാടി പോരട്ടെ. അപ്പൊ അത് 3500. ആ ശരി എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവര് അലക്കാണ് അവിടെ നിന്ന് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ തുടങ്ങിയെന്ന് വെച്ചാൽ എന്റെ പൂർവ്വകാല ചരിത്രം, അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്നൊക്കെ ഉള്ളത് എന്നോട് പറഞ്ഞത് ഞാൻ ശ്രീലങ്കയിലായിരുന്നു എന്നുള്ളതാണ്. ശ്രീലങ്കയിലായിരുന്നു, അവിടെ പുരോഹിതനായിരുന്നു, ബ്രാഹ്മണനായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവരുടെ അടുത്തൊരു ടെംപ്ലേറ്റ് ഉണ്ടാവും, നമ്മളെ സൂചിപ്പിക്കുക, അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് എന്തെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാക്കുക. ഇതാണ് അവരുടെ ഒരു സാധനം. ഇത് തന്നെ ഇത് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് മനസ്സിലായത്
അതായത് എന്നോട് പറഞ്ഞ അതേ സാധനത്തിന്റെ ചെറിയൊരു ഡിഫറെന്റ് വേർഷൻ രാജേഷ് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ ജന്മം പുള്ളി തഞ്ചാവൂരായിരുന്നു. ഈ ഞങ്ങൾ രണ്ടുപേരും അവിടെ എന്തോ ഏതോ പെണ്ണായിട്ട് എന്തോ ഇതായിട്ടുണ്ടായിരുന്നു. ആ പെണ്ണ് മരിച്ചു, സ്ത്രീശാപം. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു. പുള്ളിയുടെ പെണ്ണ് എന്താ തീയിൽ ചടി വിഷം കുടിച്ചു മരിച്ചു. അപ്പൊ ഈ രണ്ടുപേരുടെയും അതായത് നമ്മളെ ഞാൻ പറയാം, ഇവര് എന്തിനീ നമ്മൾക്ക് ദോഷം എന്ന് പറയണത് എന്താ വെച്ചാൽ നമ്മള് കുറച്ചൊന്ന് ട്രാപ്പഡായി അതിന് വിശ്വസിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ ഇവര് പരിഹാരം പറയും. അതായത് നിങ്ങൾ വരൂ, എന്റെ ഗുരു ഉണ്ട്, 100 ദിവസം ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് എന്താ ഭജനയോ ഗീജനയൊക്കെ ചെയ്ത് പൂജകളൊക്കെ ചെയ്ത് നിങ്ങൾ വരുന്നു വേണ്ട, പൈസ മാത്രം അയച്ചാൽ മതി എന്നുള്ള രീതിയിൽ ട്രാപ്പ് ചെയ്യും. അത് ഒരു അങ്ങനെ ഫോഴ്സ്ഫുള്ളി അല്ല പറഞ്ഞത്, വളരെ സട്ടിലായിട്ട്. അതായത് നമ്മുടെ പാപം ഉണ്ടെന്ന് ആദ്യം പറയും. അതൊരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് ആണല്ലോ, പാപം ഉണ്ടെന്ന് പറയും. അപ്പോൾ പരിഹാരം വേണോ? ഓക്കെ, പരിഹാരം ഉണ്ട്. പരിഹാരം ഒരു പരിഹാരം അല്ല പറയാം, 3 എണ്ണം പറയും. അതിൽ 2 എണ്ണം വളരെ നിസ്സാരമായിട്ടുള്ളതായിരിക്കും. അതായത് അമ്പലത്തിൽ പോവാ, അവിടെ അർച്ചന കഴിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ 3ാമത്താണ് വലുത്. അത് 108 ദിവസം ഒരു പൂജ കഴിച്ചിട്ട് അവിടുന്ന് ഒരു യന്ത്രം കിട്ടും. ആ യന്ത്രം കൊണ്ടൊന്ന് വീട്ടിൽ വെക്കണമെന്നും. എനിക്കും ഒരു യന്ത്രം കിട്ടി, രാജേഷിനും മറ്റൊരു യന്ത്രം കിട്ടി. ഇല്ലില്ല. അപ്പൊ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറയും കാഷ്വലായിട്ട്. ഇനി അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാട്ടോ, നമ്മുടെ ആളുണ്ട്, പൈസ തന്നാൽ മതി, യന്ത്രം വീട്ടിലോട്ട് അയച്ചു തരാറ്. അപ്പൊ ഇതിലോട്ട് പിടിപ്പിക്കാനുള്ള സ്കീമാണ് അവര് തള്ളി കൊണ്ടിരുന്നത്. ശരിക്കും പറയാൻ നമ്മളെ പുകഴ്ത്തി പറയാൻ നമ്മളൊരാൾക്ക് പൈസ 3500 രൂപ കൊടുത്ത് അയാൾ നമ്മളെ പുകഴ്ത്തി പറയുന്നു, ആ സംഭവം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ കേൾക്കാമല്ലോ. എന്തെങ്കിലും നമ്മൾ ഡീവോറലൈസ് ആവുമ്പോൾ നമുക്ക് ഈ സാധനം കേൾക്കാം. അപ്പൊ നമ്മളിങ്ങനെ അവർ പൊക്കി പറയുന്നത് കേൾക്കാം. അപ്പൊ നമ്മള് ചാർജ് ആവും. അങ്ങനത്തെ സാധനം നമ്മള്. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ നാഡീജ്യോതിഷത്തിനെ കുറിച്ച് അറിയാത്തവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ പാമിസ്ട്രി ആയാലും ഇതായാലും ഒക്കെ ചെയ്യണ സെയിം സൈക്കോളജിയാണ്. അതായത് ഒന്ന് നമ്മളൊന്ന് സൂചിപ്പിക്കും, നിങ്ങൾക്ക് കഴിവുള്ളവനാണ്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അങ്ങനെ. അപ്പൊ അതെല്ലാവർക്കും ക്ലിക്ക് ആവുന്ന സാധനമാണല്ലോ. നിങ്ങൾക്ക് പൈസ ഉണ്ട് പക്ഷെ കയ്യിൽ നിൽക്കില്ല, എന്താ ചെയ്യാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ചെറിയ സാരില്ല, നമുക്ക് ദോഷമുണ്ട്, പരിഹാരം കാണാം എന്ന് പറഞ്ഞൊരു സംഭവം തരും. നിങ്ങളുടെ മനസ്സ് ഒരു കാര്യത്തിൽ മാത്രം നിൽക്കില്ല, അതൊരു മെയിൻ സാധനമാണ്, ചാടിക്കൊണ്ടിരിക്കുന്ന സാധനം. അതെല്ലാവരും എങ്ങനെയാണ്, അത് മനസ്സാണല്ലോ. നമുക്ക് ആർക്കും നോ എന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത്. യെസ് എന്ന് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇവരുടെ കയ്യിൽ കുറെ സ്റ്റോക്ക് ഉണ്ട്. പൈസ നിൽക്കില്ല, ചാടിക്കൊണ്ടിരിക്കും, ശത്രുക്കളുണ്ട്, മനേവിയായിട്ട് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നം, ഫാമിലിയിൽ അങ്ങനെ ഇങ്ങനെ, എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ മനേവിയായിട്ട് വഴക്കുണ്ടാവുന്നൊക്കെ. ഇടയ്ക്കിടയ്ക്ക് വഴക്കില്ലാത്ത വീടുണ്ടോ? അയാളുടെ വീട്ടിൽ അങ്ങനെ അയാളുടെ വീട്ടില് എല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. അല്ലാണ്ട് ഇപ്പൊ ഫുൾ ടൈം ചിരിച്ചോണ്ട് മുഖത്തോട് നോക്കിയിരിക്കുന്ന ഫാമിലി ഏതാണുള്ളത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് സൈക്കോളജിയാണ് ബേസിക്കലി, മാസ് സൈക്കോളജി. പിന്നെ ഇവർ പലരോടും സംസാരിക്കുന്നതുകൊണ്ട് അവരുടെ ഇൻഫർമേഷൻ ഇവർക്കുണ്ടല്ലോ. ഇപ്പൊ കോമൺ ആയിട്ടുള്ള നെയിമുകൾ മനീഷ്, സുധീഷ്, മഹേഷ്, ഇതൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ പേര് ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് അടുത്ത ജനറേഷൻ ഈ ആരവ് അങ്ങനത്തെ ടീമൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആ പേരുകളില് ഇവര് പെടും. പക്ഷെ പെടൂലെന്നേ ഇവരത് അവര് അല്ല അപ്ഡേറ്റ് ആവണല്ല. ഇവര് ഞാൻ ഈ വാക്കാണ് പറഞ്ഞത്. എന്റെ അച്ഛന്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഹീറോ 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 ഈ എന്റെ അച്ഛന്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഈ പുള്ളി ദൈവങ്ങളുടെ പേരാണെന്ന് ചോദിച്ചു, ഞാൻ അതേന്ന് പറഞ്ഞു. വാ ഇരിക്കുവായി, നിങ്ങളില്ലാതെ നോക്കരുത്, നിങ്ങളാണ് ഹീറോ. അത് എന്റെ അച്ഛന്റെ പേര് ചോദിച്ചപ്പോ ദൈവത്തിന്റെ പേരാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി കുറെ പേര് സുബ്രഹ്മണ്യനാണോ അതൊക്കെ ചോദിച്ചു. ഞാൻ അല്ലാന്ന് പറഞ്ഞു. അച്ഛന്റെ പേര് കൃഷ്ണൻ എന്നാണ്. പെരുമാളിന്ന് കിരുമാളെന്നൊക്കെ ഞാൻ പറഞ്ഞ അല്ലാന്ന് പറഞ്ഞു. അവസാനം പുള്ളിക്ക് കിട്ടാണ്ടായപ്പോ ഞാൻ തന്നെ പറഞ്ഞു അച്ഛന്റെ പേര് കൃഷ്ണൻ എന്നാണ്. അപ്പൊ പുള്ളി ഇങ്ങോട്ട് ഞാൻ നിന്നോട് പെരുമാളാണോന്ന് ചോദിച്ചില്ലേ, പെരുമാൾ തന്നെയല്ലേ ഈ കൃഷ്ണൻ എന്ന്. പേരില് എന്റെ അച്ഛനെല്ലാവരും പെരുമാളെന്ന് വിളിച്ചോണ്ട് നടക്കണേ. പേര് അത്തരത്തിൽ നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞാണെന്നുള്ള രീതിയിൽ നമ്മളൊരു തരത്തില് പേടിപ്പിച്ച് നിർത്തുന്ന ഒരു പരിപാടി. എനിക്ക് ഇവർക്ക് ആർക്കും ആ പേടിക്കേണ്ട അവസ്ഥ വന്നില്ല. കാരണം ഇവരെയൊക്കെ അത്രയും ഡീപ്പായിട്ട് എന്താ പറയുക റിസർച്ച് ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഇവരുടെ ഡാറ്റാസ് കിട്ടാൻ. പക്ഷെ എന്റെ കിട്ടാൻ ഇത്ര വൈകിയപ്പോൾ ഇവരുടെ ഒരു തനി രൂപത്തിന്റെ ഒരു ചെറിയ വേർഷൻ പുറത്തു വന്നു, മുഖഭാവമൊക്കെ മാറി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 3500 പ്ലസ് 3600 പ്ലസ് 1500 ഏകദേശം 8600 രൂപ 8600 റുപ്പീസ് ഞങ്ങൾ ഈ പരിപാടിക്ക് കൊടുത്തു. അതാണ് അതിന്റെ സത്യം. കൊടുത്തു എന്ന് വെച്ചാൽ ഇത് ഞങ്ങളെ പറ്റിച്ചു എന്ന് ഞങ്ങൾ പറയില്ല, നമുക്കിത് അറിയായിരുന്നു. ഇത് നമ്മളെന്തായാലും ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഇതിനു വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ അവിടെ വന്നിട്ട് നമ്മൾ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മള് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട്
ഇതൊക്കെ ശരിക്കും ചെയ്യുന്ന ചിലപ്പോ ഒരു ഫാമിലിയോ ഇതിന്റെ മറ്റേ തായ് വഴി വന്ന ടീമുകളൊക്കെ ഉണ്ടാവും, ഇല്ലാന്നൊന്നും അല്ല പറയണം. പക്ഷെ അവിടെ ഉള്ള ഒരു 90% ഇതൊക്കെ തന്നെയാണ്. കാരണം നമുക്കത് വെരിഫൈ ചെയ്യാനും കഴിയില്ല. കാരണം അവിടെ ഈ ബോർഡുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഗൂഗിളിലൊക്കെ കയറിയിട്ടൊന്നും വലിയ കാര്യമില്ല, എല്ലാത്തിനും റിവ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞ് ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ടൊക്കെ റിസർച്ച് ചെയ്തൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ തമ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഓല എവിടെ നിന്ന് പിടിക്കാനായി? ഇതിന് മാത്രം ഓല എവിടെ? ആകെ വരുന്ന ഒരു 5 or 6 ഈ ഓലയാണുള്ളത്, നമ്മുടെ പഴയ കാലത്തെ ജാതകം പോലെ. ഈ സാധനം ഇവര് വെച്ച് ഇവർക്ക് ഇഷ്ടമുള്ളത് ഇവര് വായിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഓലയൊന്നും ഒരു തരത്തില്ല, ഇതിൽ എഴുതിക്കണം എന്താണെന്ന്. പിന്നെ അതിൽ എഴുതിയതൊന്നും വായിക്കാനുള്ള അറിവ് നമുക്കില്ല. അപ്പൊ നമ്മളിട്ടിങ്ങനെ പറ്റി ഈ ഓല ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. അപ്പൊ ഈ ഓല ഇല്ലാതൊക്കെ പറഞ്ഞിട്ട് എന്റെ 2ാമത്തെ ഓല എടുത്തോണ്ട് വന്നു. ഒരാൾക്ക് ഓരോ ഓല ഉള്ളൂന്നാ പറഞ്ഞത്, ഈ ഓലയിൽ ഇല്ലാതൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇങ്ങനെ മറിച്ച് ഓല തീർന്നു. പുള്ളിക്ക് ഇനി കഥ പറയണമെങ്കിൽ ഓല വേണം. അപ്പൊ പുള്ളി അപ്പുറത്ത് പോയിട്ട് ഇതേ ഓല തന്നെ ഒന്നുകൂടി ചുരുട്ടി കെട്ടി തിരിച്ചു പോകും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഏതാണ് ഈ അമ്പലത്തിന്റെ പേര്? വൈദീശ്വരൻ കോവിലിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാലത്ത് പോവുകയാണെങ്കിൽ നാഡി ജ്യോതിഷം എന്നൊക്കെ പലരും പറയും. ദയവ് ചെയ്ത് അവിടുത്തെ നിയർ ബൈയിലൊന്നും പോയി തലവെച്ച് കൊടുക്കരുത്. നിങ്ങൾ തലവെച്ച് കൊടുത്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ നിന്ന് അവനൊരു 3500-4000 രൂപ വാങ്ങിയിട്ട് വിടുള്ളൂ. നിങ്ങൾ വെറുതെ അതിൻ്റെ അകത്ത് കയറിയാൽ മതി. അപ്പോൾ ഏറ്റവും നല്ല പരിപാടി, നിങ്ങൾക്ക് അല്ലെങ്കിൽ അത്ര അറിവുള്ള ഏതെങ്കിലും ആൾക്കാരെ വെച്ച് സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും റെഫറൻസ് എടുത്ത് പോകണം. അല്ല, എന്നാലും ഈ സത്യസന്ധമായിട്ട് എന്ന് പറയുന്ന സംഭവം വരെ ഇതെല്ലാം ഒരു മാജിക് പരിപാടിയാണ്. സൈക്കോളജിക്കൽ ഒന്നും ആർക്കും ഓലയില്ല. കഴിഞ്ഞ കാലം ആരും വെരിഫൈ ഒന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, കാരണം ഈ മറ്റേ നമ്മുടെ മുൻ DGP ഇല്ലേ പുള്ളി, അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. നാഡി ജ്യോതിഷം അലക്സാണ്ടർ ജേക്കബ് ഗൂഗിളിൽ നിന്ന് ചെയ്ത് നോക്ക്, യൂട്യൂബില്. അദ്ദേഹം പറയുന്നത് നാഡി ജ്യോതിഷം ഭയങ്കര സത്യമാണ്. അദ്ദേഹത്തിനെ എങ്ങനെ പോയി കണ്ടുപിടിച്ചു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കാൻ പോണ കാര്യങ്ങൾ മൊത്തം അവർ പ്രെഡിക്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം എന്താ പറയാ, വള്ളി പുള്ളി വിടാതെ അദ്ദേഹത്തിന് ജീവിതത്തിൽ സംഭവിച്ചത് അദ്ദേഹം പറയണേ. ഈ വീഡിയോ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം കണ്ടത് ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ആളെയായിരിക്കാം. അല്ല, ഇതിൽ ജെന്യൂനിറ്റി ഇല്ല, അതാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെ കണ്ടുപിടിച്ചു അയാളുടെ? അതാ പറഞ്ഞ എല്ലാവർക്കും മാച്ചിങ്. ഇപ്പൊ എന്റെ കണ്ടില്ലേ, അതിൽ എന്താ നോ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം കറക്റ്റ് ആണ്. അല്ല, അലക്സാണ്ടർ ജേക്കബ് പറയുന്നത് അദ്ദേഹത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതൊക്കെ ഒരു മനസ്സിന്റെ സംഭവമാണ്. ഇപ്പൊ പറയാണ് നിങ്ങൾക്ക് ഇന്ന വയസ്സ് കഴിയുമ്പോ കഷ്ടകാലം മാറൂട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കണം ഏതാ ദിവസം ഏതാ മാസം. അങ്ങനെയൊന്നുമില്ല. ആ സമയം വരുമ്പോ ശരിയാണല്ലോ പറഞ്ഞിരുന്നല്ലോ. 40-45 വയസ്സാകുമ്പോൾ നിങ്ങളുടെ കണ്ണിന് ചെറിയ മങ്ങല് വരും. അപ്പൊ നിങ്ങൾ കണ്ണട വെക്കേണ്ടി വരും. ഒരു 50-52 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ മുട്ടുവേദന വരും. അപ്പൊ നിങ്ങള് തൈലിടേണ്ടി വരും. ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു ഉറക്കക്കുറവ് വരും ഒരു 60 വയസ്സ് കഴിയുമ്പോൾ. എന്റെ പൊന്നുപായി ഇതൊക്കെ എല്ലാവർക്കും വരുന്നല്ലേ പ്രായമാകുമ്പോ. ഈ സാധനങ്ങൾ പറയുമ്പോൾ നമ്മൾ അസുഖം വരുന്നു, അസുഖം. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിഹാരം നിർദ്ദേശിക്കുക, അതാണ് പുള്ളി പറയണേ. പല രീതിയിലുള്ള പരിപാടികളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഏതാന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പൊ ഇതില് പാമിസ്ട്രിയിൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, അവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം വെക്കുന്നതും ഇതൊക്കെ എല്ലാത്തിൻ്റെ അകത്തും കുറച്ച് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ നമ്മളെ ഉടായ്പ നമ്മളെ പറ്റിക്കാതിരിക്കാനായിട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് ഈ പരിഹാരക്രിയ പറയുമ്പോൾ ലക്ഷങ്ങളുടെ പൂജ പറയാ, അതൊക്കെയാണ് പറ്റിക്കല്. അതൊന്നും ഇല്ലാതെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ നന്നായാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ടെംപ്ലേറ്റ് ആണ്, ഒരു സൈക്കോളജിയാണ്. അതായത് ഇത് സംഭവം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 ആളെ മാറ്റി റൂമിലാക്കുന്നുണ്ട്. നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഈ ഇവരുടെ ഇടയിൽ വന്നിരിക്കുമ്പോൾ നമുക്കൊരു അവിടെ ചാടി പോരാനും പറ്റില്ല. അപ്പൊ പറയാനുള്ളത്, നമ്മളിത് തെറ്റാണോ ഫ്രോഡാണോ എന്ന് നമ്മൾ പറയുന്നില്ല. നമുക്ക് ഇതാണ് എക്സ്പീരിയൻസ്. നിങ്ങളും സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം. ഞങ്ങൾ 4 പേരില് റാങ്ക് നമ്പർ 1 0 പേയ്മെന്റ്, റാങ്ക് നമ്പർ 2 1500, റാങ്ക് നമ്പർ 3 3500, റാങ്ക് നമ്പർ 4 3600. പറ്റിക്കാൻ നിന്ന് കൊടുത്തു പോരാതെ പുള്ളിക്ക് ഒരു 100 ടിപ്പും കൊടുത്തിട്ട് വന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ ഇത് അവിടെ പോയി തലവെച്ച് കൊടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ തലവെച്ച് കൊടുക്കേണ്ട വേറെ കാരണം കൂടി ഉണ്ട്. നമുക്ക് ആദ്യം വിചാരിച്ചത് ഇത് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ അവർ പെർമിറ്റ് ചെയ്യുന്ന വിചാരിച്ചത് അല്ലെ. ഞങ്ങളൊരു വീഡിയോ ആക്കാനുള്ള ഒരു ആഗ്രഹം കൂടി നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അകത്ത് കയറി ഇവർ ആദ്യം ആ മാനേജർ പറഞ്ഞത് നിങ്ങൾ ചോദിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളാം അല്ലേ പറഞ്ഞു പുള്ളി. ആദ്യം 1500-3500 കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞേ വീഡിയോ ഒന്നും കിടயாது എന്ന് പറഞ്ഞാൽ എന്നോട്. പിന്നീടാണ് ഞാൻ ഓഡിയോ 3500 കൊടുത്തതിന് ശേഷം പറഞ്ഞ അന്ന് ഓഡിയോ എടുത്തോ. അല്ല, മറ്റേ പുള്ളി ഫസ്റ്റ് മാനേജർ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് എല്ലാം മറ്റേ മൊബൈലിൽ ഷൂട്ട് ചെയ്യുവാണല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു ഷൂട്ടിങ് ഒരു വീഡിയോ ആക്കാം, ഇവരെന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത് കേൾക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവര്
പൈസ കൊടുത്ത് കയറിയപ്പോ അവര് പറഞ്ഞു ഷൂട്ടിംഗ് ഒന്നും പറ്റില്ല. ഷൂട്ട് ചെയ്ത് തന്നെ എല്ലാരും ഒരേ പോലെ ഉണ്ടാവും. എല്ലാരും പറയുന്നത് നിങ്ങളിപ്പോ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ പേരുടെ ഓൺലൈനൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ജെനുവൻ ആണോ ഇല്ലെന്നും നമ്മൾ പറയുന്നില്ല, ചെയ്യുന്നവരുണ്ട്. സെയിം സാധനമാണ് ഇത്. പിന്നെ വേറൊരു സംഭവം ഉള്ളത്, ഇപ്പൊ നമ്മൾ ചെയ്ത ഫോർമാറ്റും സാധാരണ നാടി ജുവൽസ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ വ്യത്യാസമുണ്ട്. അത് കണ്ടപ്പോഴേ എനിക്ക് ചെറിയൊരു ഇത് കത്തിയിരുന്നു, മൊത്തത്തിൽ കത്തിയിരുന്നു. അത് പോട്ടെ. അതെന്ന് വെച്ചാൽ ഒരാൾ ഓല വായിക്കും, അയാൾ വായിക്കുന്നത് ഒരു വേറൊരു ലാംഗ്വേജിലാണ്. ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. മറ്റേ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ, നമുക്കറിയില്ല, ഒന്നും അറിയില്ല. ഇപ്പൊ നമ്മുടെ ജ്യോതിഷൻ അങ്ങനെയല്ല, ഒരാൾ തന്നെയാണ് പറയുന്നത്. പിന്നെ അയാള് എന്റെ ആളുണ്ടല്ലോ, രണ്ടോലയും മറിച്ചിട്ടുള്ളൂ, ഞാൻ നോക്കുന്നുണ്ട്, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൊന്നും പോകുന്നില്ല. ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നോ ഓല എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. അയാളൊരു കടലാസ് കഷ്ണം കഴുകി പിടിച്ചിട്ട് പറഞ്ഞാൽ പോലും നമ്മള് തലയാട്ടാ. നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവര് നമ്മുടെ പൈസ വാങ്ങും. അതാണ് സിസ്റ്റം. നമ്മളത് നോളയാണ് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങളെ അമ്പലത്തിൽ പോട്ടെ, ഞങ്ങളുടെ സമയമായി. നമുക്ക് മധുര മീനാക്ഷി ടെമ്പിളിൽ പോകണം. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ ഓക്കെ, ബൈ.